ഒരു MNC കമ്പനിയിലോ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലോ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് ഒരിക്കലും ജോലി കിട്ടില്ല. ഇപ്പോൾ SAP കൺസൾട്ടൻ്റ് ആണെങ്കിൽ കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം ചെയ്ത് ഗ്ലോബലി സർട്ടിഫൈഡ് ആയിരിക്കണം. സാർ, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞും അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് കൺസൾട്ടൻ്റ് ലെവൽ എന്ന് പറഞ്ഞ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് കുറേ പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തമ്മിൽ എന്താണ് വ്യത്യാസം EMA ആയിട്ട് വരുമ്പോൾ? ഇന്ന് കേരളത്തിൽ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ലോക്കൽ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വില്ലേജുകളിൽ, ചെറിയ ചെറിയ ടൗണുകളിലൊക്കെ. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പല ആളുകളും ഈ അറിവില്ലാത്ത ഒരു പറ്റം സ്റ്റുഡൻസ്, SAP കുറിച്ച് കൂടുതൽ വിജ്ഞാനമൊന്നും ഇല്ലാത്ത കുട്ടികൾ വരുമ്പോൾ അവരോട് ഞങ്ങൾ കൊടുക്കുന്ന കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ SAPയുടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു യൂസർ ലെവൽ കോഴ്സൊക്കെ കൊടുത്തൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു വിടുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്കൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് SAP കൺസൾട്ടിംഗ് ലെവലിൽ പഠിപ്പിച്ച് SAPയുടെ LH ലൈസൻസ് ഒക്കെ കൊടുത്ത് ഒരു 4 ടൈം എക്സാമിനേഷൻ പ്രിവിലേജ് ഉള്ള ലൈസൻസ് ഒക്കെ കൊടുത്ത് ഗ്ലോബലി സർട്ടിഫൈഡ് ആയിട്ട് അവർക്ക് ജർമ്മനിയിൽ നിന്നുള്ള ഡയറക്റ്റ് ഓൺലൈൻ എക്സാം എഴുതി അത് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതിന് വാല്യൂ ഉള്ളത്. തന്നെയല്ല ഒരു MNC കമ്പനിയിലോ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലോ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് ഒരിക്കലും ജോലി കിട്ടില്ല. ഇപ്പോൾ SAP കൺസൾട്ടൻ്റ് ആണെങ്കിൽ കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം ചെയ്ത് ഗ്ലോബലി സർട്ടിഫൈഡ് ആയിരിക്കണം. അപ്പോൾ അത് എപ്പോഴും EME പോലെയുള്ള ഒരു പാർട്ട്ണറുടെ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്കതിന് ഒരു വാല്യൂ കിട്ടുന്നതും ആ കോഴ്സ് കൊണ്ട് നാളെ പോകുമ്പോൾ നമുക്ക് പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിലാണ് SAP പഠിക്കുന്നതെങ്കിൽ അത് EMEയിൽ തന്നെ പഠിക്കുക. ഒതൻറ്റിക് ആയിരിക്കും, നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ SAP നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള LH പോലെയുള്ള ലൈസൻസുകൾ കൊടുത്ത് കൃത്യമായിട്ട് കണ്ടൻസും അതുപോലെ തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും EME തന്നെയായിരിക്കും.